ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെങ്ങോട്ടാണ് ഈ കയറി പോകുന്നതെന്നല്ലേ. അപ്പോൾ അമ്മ ദാ നമ്മൾ കശുവണ്ടി പറിക്കാനായിട്ട് പോവാണ്. പച്ചക്കശുവണ്ടി നമ്മൾ ഇന്ന് തീയൽ വെക്കാൻ പോവാണ് കേട്ടോ. അത് നല്ല വലിയ മരമാണ്, ഇഷ്ടം പോലെ പഴുത്ത് കിടപ്പുണ്ട്. ഇടയ്ക്കൊക്കെ കൊഴിഞ്ഞ് വീഴാറുണ്ട് കേട്ടോ. അപ്പം അതാ നന്നായിട്ട് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അതാ ഇടയ്ക്കൊക്കെ നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇതിൽ മൂത്തതല്ല, ഒരുപാട് മൂത്തതൊന്നുമല്ല, അത്യാവശ്യം വിളവായി വരുന്നത് മാത്രം പറിച്ച് നമ്മൾ ഇന്ന് തീയലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതാ ഇതുപോലുള്ളത് മതി. ഒരുപാട് മൂത്തതാണെങ്കിൽ അതൊരു ടേസ്റ്റ് കാണുകയില്ല. ഇത് തീയലും തോരനും റോസ്റ്റും ഒക്കെ തയ്യാറാക്കാനായിട്ട് അടിപൊളിയാണ്. അതാ നമ്മൾ പഴുത്തത് കിട്ടിയപ്പോൾ അതും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത് ചുട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പുറകെ ഇടാവേ. അപ്പോൾ അതാ അമ്മ കുറേ പറിച്ചെടുത്ത് എൻ്റെ തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പടുതാക്കുളം. അപ്പം പടുതാക്കുളത്തിൽ മീനൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടതെന്ന് പറയുന്നത് തേങ്ങയാണ്. ഇത് അരമുറി തേങ്ങയുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം മൂക്കുന്നതൊക്കെ ഒരേ രീതിക്ക് ആവാനായിട്ട് നമുക്ക് ഇങ്ങനെ തേങ്ങ തിരുമ്മിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ചതിന് ശേഷം ഇങ്ങനെ ഇടുവാണെങ്കിൽ എല്ലാ തേങ്ങയുടെ പീരകളും ഒരേപോലെ നല്ല മൂത്തിരിക്കും, പെട്ടെന്ന് റെഡി ആവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി തേങ്ങ വറുക്കാവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. ഇതുപോലെ പച്ചക്കശുവണ്ടിയൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കറിയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. ഇപ്പോൾ ഈ കശുവണ്ടിയുടെയൊക്കെ സീസണാണല്ലോ, ആ സമയത്ത് തന്നെ നമുക്കിതുപോലെ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതാ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ അടിയിൽ പിടിക്കാതെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. തേങ്ങയൊക്കെ മൂത്തതായി ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ. 2 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിന് ശേഷം എന്താ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഉണങ്ങിയ മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഇതിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഇത്രയും ക്രീമി ഫോമിലായിട്ട് നമ്മുടെ അരപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പിൽ നിന്നും ഒരു ശകലം, അതായത് ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂണോളം നമ്മൾ അരപ്പ് ഇതുപോലൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണോ നിങ്ങൾ തീയലൊക്കെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നേക്കരുതേ. ഇതാ നമ്മൾ ഒരു 3 സ്പൂണോളം അരപ്പ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ എടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചെടുക്കുക. ആദ്യം നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മൾ തീയലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം മൂത്ത് വന്നതാണ് ഇത്. പഴുത്തതൊക്കെ നമ്മൾ കഴിക്കുവേ. പിന്നെ നമുക്ക് ഇതിനി പൊട്ടിച്ച് ഇതിൻ്റെ ഈ പരിപ്പ്
മാത്രമായിട്ട് നമുക്ക് എടുക്കണം. ദാ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രൗൺ കളർ പോലെ ഇരിക്കുന്ന ആ സ്കിന്നിങ് പീൽ ചെയ്ത് കളയാവുന്നതാണ്. ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത കാഷ്യൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ? ഇപ്പം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ? പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. കറി വെച്ച് കഴിക്കുമ്പോഴും അല്ലാതെ തന്നെ നമ്മൾ ഇതൊന്ന് ചുട്ടെടുത്ത് കഴിക്കുമ്പോഴുമാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പം അതിന് ശേഷം നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ചെറിയുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തീയലിന് അല്ലെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റ് കിട്ടാറുണ്ട് അല്ലേ? അപ്പം ഇനി നമുക്ക് സവാളയൊന്നും ആരും ചേർത്ത് കൊടുത്തേക്കരുത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ചെറിയുള്ളി പോയി തന്നെ മേടിച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളിയൊക്കെ വേഗം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ ഉള്ളിയുടെ നിറമൊക്കെ ഇങ്ങനെ ഒന്ന് മാറി വരുന്നത് നമുക്ക് കാണാം. അതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങോട്ട് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയതും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വലുപ്പമുള്ള അതായത് മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയത്തേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഈ കാഷ്യൂവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തണുത്ത വെള്ളമല്ല കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ അരച്ചില്ലേ ആ ഒരു വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരച്ച് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. അതിനുശേഷം തുറന്നു നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കാഷ്യൂ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇനി ഇതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. കാഷ്യൂ ഒക്കെ നന്നായിട്ട് വെന്ത് ആ ഉള്ളിക്കിട്ട് കൊടുത്ത ആ ഉപ്പ് മാത്രമേ ഇടേണ്ടി വന്നുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു 3 സ്പൂണോളം തേങ്ങ എടുത്ത് വറുത്ത് വെച്ചത് അരച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ രണ്ടാമത് ഒരു മിക്സ് അരച്ചെടുത്തില്ലേ വെള്ളമൊക്കെ ഒഴിച്ച്, ആ മിക്സാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിളച്ച വെള്ളം, അതായത് ചൂടുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം, തണുത്ത വെള്ളം അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നതായിരിക്കും കേട്ടോ. ഇതാ നമ്മൾ അടച്ച് വെച്ച് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത ഈ അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കറിയുടെ കളറ് മാറുന്നതായിരിക്കും. നല്ല ബ്രൗൺ കളറിലായിരിക്കും കറി മാറുന്നത്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റുള്ള അടിപൊളി ഇവിടെ കശുവണ്ടി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് താളിച്ചൊഴിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ശകലം ചൂടുവെള്ളം കൂടി ആ പാത്രം കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്യൂ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇറക്കിയെടുക്കാവുന്നതാണ്.
തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി ഒരു 2-3 എണ്ണം വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ വറ്റൽമുളകും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറിവേപ്പില നേരത്തെ തന്നെ ഇട്ട് കൊടുത്തത് കാരണം കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതാ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത്. ഇതുപോലെ ക്യാഷുമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ തീയലൊന്നും വെക്കാൻ അറിയില്ല എന്നും പറഞ്ഞിരിക്കുമായിരുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നാളെ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.